ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് അറബിക് സ്റ്റൈലിൽ മീറ്റ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു പത്തിരിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദ നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയ ഒരു ഡോ ആക്കി മാറ്റിയെടുക്കണം. ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുന്ന സമയം വരെ ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫില്ലിങ്സിന് വേണ്ടി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. 4 വെളുത്തുള്ളി വേണം, അതും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ ഇതിലേക്ക് ബീഫാണ് വേണ്ടത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം, നല്ല പോലെ ചെറുതാക്കി എടുക്കണം. അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താലും മതി. നല്ല പോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. നമ്മളിത് കുക്കറിലിട്ടിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല, ഇത് ഡയറക്റ്റ് ഫ്രൈ പാനിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. കുക്കറിൽ ബീഫ് വേവിച്ച് ചേർക്കുന്നതിലും ഇങ്ങനെ ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിലും ടേസ്റ്റിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ബീഫ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി ഇവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, എരിവിനാവശ്യമുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പത്തിരികളെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒരു പത്തിരിയുടെ മുകളിൽ മസാല വെച്ച് കൊടുത്ത് മറ്റൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളം ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരും. വേണമെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം, അല്ലാതെയും ചുട്ടെടുക്കാം.
ഇങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊരിച്ചെടുക്കുന്ന പത്തിരിയേക്കാൾ ഒന്നുകൂടെ കഴിക്കാൻ ടേസ്റ്റ് ഇതിനാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.